ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന ടോപ്പിക്കാണ്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണുള്ളത്. കർണാട്ടിക് യുദ്ധം ഒന്ന് നടക്കുന്നത് 1746 മുതൽ 48 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 54 വരെയും മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 63 വരെയുമാണ്. ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധം എന്താണെന്ന് നോക്കുമ്പോൾ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം എന്നാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അറിയപ്പെടുന്നത്. അങ്ങ് യൂറോപ്പിൽ ഓസ്ട്രിയ എന്ന പ്രദേശത്തെ ഭരണാധികാരി മരണപ്പെടുകയും ആ പ്രദേശത്തിൻ്റെ അവകാശത്തെ ചൊല്ലി ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ ഫ്രാൻസും ബ്രിട്ടീഷും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധം സമയത്ത് കർണാട്ടിക് നവാബായിട്ടുണ്ടായിരുന്നത് അൻവറുദ്ദീൻ ആയിരുന്നു. രാജ്യാതിർത്തിയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസിനോടും ബ്രിട്ടനോടും അൻവറുദ്ദീൻ താക്കീത് നൽകിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായി നിയമിതനായിരുന്നത് ഡ്യൂപ്ലെക്സ് ആയിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവർണറായി ഡ്യൂപ്ലെക്സ് നിയമിതനാകുന്ന കാലയളവ് എന്ന് പറയുമ്പോൾ 1742 മുതൽ 1754 വരെയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായി നിയമിതനായിരുന്നത് ഡ്യൂപ്ലെക്സ് തന്നെയായിരുന്നു. ഈ ഒരു സമയത്ത് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നും മദ്രാസ് പിടിച്ചെടുക്കാൻ ഡ്യൂപ്ലെക്സ് തീരുമാനിക്കുകയാണ്. ഡ്യൂപ്ലെക്സിൻ്റെ നേതൃത്വത്തിൽ മദ്രാസ് കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1748 ഓസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശ കലാപം അവസാനിപ്പിച്ചുകൊണ്ട് ആക്സ്ലെ-ചാപ്ലെ ഉടമ്പടി പുറത്തിറങ്ങി. ആക്സ്ല-ചാപ്ലെ ഉടമ്പടി. അതുപ്രകാരം മദ്രാസ് ബ്രിട്ടന് തിരിച്ചു നൽകുകയും പകരം വടക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് ഫ്രാൻസിന് കൈമാറുകയും ചെയ്തു. ഇതോടുകൂടി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് ഒരവസാനം കുറിക്കുകയാണ്. ആക്സ്ലെ-ചാപ്ലെ ഉടമ്പടി പ്രകാരമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. അതുപ്രകാരം തന്നെ ബ്രിട്ടനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മദ്രാസ് തിരികെ നൽകുകയും പകരം ഫ്രാൻസിന് വടക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന സ്ഥലം നൽകുകയും ചെയ്തു. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൈദരാബാദ്, കർണാട്ടിക് എന്നീ നാട്ടുരാജ്യങ്ങളിലെ പിന്തുടർച്ചാ അവകാശമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാരണം. ആദ്യം ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ 1748 ഹൈദരാബാദ് നവാബായിരുന്ന അസഫ് ജാ നിര്യാതനായി. അദ്ദേഹം നിര്യാതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നാസിർ ജംഗും കൊച്ചുമകൻ മുസാഫിർ ജംഗും തമ്മിൽ കീഴവകാശത്തിനായി തർക്കിച്ചു. ഇതേസമയം കർണാട്ടിക്കിൽ നവാബ് അൻവറുദ്ദീൻ സ്ഥാനഭ്രഷ്ടനാക്കി ചന്ദ്ര സാഹിബ് എന്ന അവകാശി മുന്നോട്ട് വന്നു. ഈ സമയം ഡ്യൂപ്ലെക്സ് അഥവാ ഫ്രാൻസിൻ്റെ പക്ഷം സപ്പോർട്ട് ചെയ്തിരുന്നത്, പിന്തുണ അറിയിച്ചിരുന്നത് ഹൈദരാബാദിൽ മുസാഫിർ ജംഗിനും കൊച്ചുമകനായിട്ടുള്ള മുസാഫിർ ജംഗിനായിരുന്നു ഹൈദരാബാദിൽ ഡ്യൂപ്ലെക്സ് പിന്തുണ അറിയിച്ചിരുന്നത്. അതുപോലെ കർണാട്ടിക്കിൽ ചന്ദ്ര സാഹിബിനെയും പിന്തുണച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ പിന്തുണച്ചത് മകനായിട്ടുള്ള നാസിർ ജംഗിനെയും ഇങ്ങ് കർണാട്ടിക്കിൽ അൻവറുദ്ദീനെയും പിന്തുണച്ചു. കർണാട്ടിക്കിൽ ചന്ദ്ര സാഹിബിനോടൊപ്പം ഡ്യൂപ്ലെക്സ് ഉണ്ടായിരുന്നത് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. അവിടെ കർണാട്ടിക്കിൽ അമ്പൂർ കലാപം അഥവാ ബാറ്റിൽ ഓഫ് അമ്പൂർ നടക്കുകയും ഫ്രാൻസിൻ്റെ പക്ഷമാണ് ജയിച്ചത്. ഫ്രാൻസിൻ്റെ കൂടെ മുസാഫിർ ജംഗും ചന്ദ്ര സാഹിബും, ഇവർ 3 പേരും അൻവറുദ്ദീനും ബ്രിട്ടീഷുകാർക്കും എതിരായാണ് യുദ്ധം ചെയ്തത്. പക്ഷേ വിജയിക്കുന്നത് ഫ്രാൻസും മുസാഫിർ ജംഗും ചന്ദ്ര സാഹിബ്, ആ ഒരു ഗ്രൂപ്പാണ് അവിടെ വിജയം നടക്കുന്നത്. അങ്ങനെ അൻവറുദ്ദീൻ പരാജയപ്പെടുന്നു. അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലി തിരുച്ചിറപ്പള്ളി എന്ന ഒരു സ്ഥലത്തേക്ക് ഒളിവിൽ പോവുകയും ചെയ്യുന്നു. ഇത് കർണാട്ടിക്കിലെ അവസ്ഥയാണ്. അങ്ങ് ഹൈദരാബാദിൽ നാസിർ ജംഗ് വധിക്കപ്പെടുകയാണ്. മുസാഫിർ ജംഗ് നവാബാവുകയും ചെയ്യുന്നു. അങ്ങനെ 2 സ്ഥലത്തും ഫ്രഞ്ച് പക്ഷമാണ് വിജയം കൈവരിച്ചത്. ഫ്രഞ്ച് പക്ഷം വിജയിച്ചതിനെ തുടർന്ന് ഡെക്കാൻ മേഖലയുടെ വൈസ്രോയിയായി ഡ്യൂപ്ലെക്സ് നിയമിതനായി. ഇതേസമയം അൻവറുദ്ദീൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലിക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. കർണാട്ടിക് തലസ്ഥാനമായ ആർക്കോട്ട് ബ്രിട്ടൻ നിയോഗിച്ച റോബർട്ട് ക്ലൈവ് 1751 പിടിച്ചെടുത്തു. അപ്പോൾ മുഹമ്മദ് അലിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നിയമിതനാക്കിയ റോബർട്ട് ക്ലൈവ് കർണാട്ടിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആർക്കോട്ട് തന്നെ 1751 പിടിച്ചെടുക്കുന്നു. അങ്ങനെ ചന്ദ്ര സാഹിബ് നടപ്പിലാകുന്നു. മുഹമ്മദ് അലി നവാബായി മാറുന്നു.
കർണാട്ടിക് യുദ്ധം 2 അവസാനിക്കാൻ ഇടയാക്കിയ ഉടമ്പടി എന്ന് പറയുന്നത് 1754 പോണ്ടിച്ചേരി ഉടമ്പടിയാണ്. അത് പ്രകാരം യുദ്ധം അവസാനിക്കുന്നു. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധം 1756 സപ്തവത്സര കലാപം യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഓർക്കണം, മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലയളവെന്ന് പറയുമ്പോൾ 1758 മുതൽ 63 വരെയാണ്. എന്നാൽ 1756 തന്നെ യൂറോപ്പിൽ സപ്തവത്സര കലാപം നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ആരംഭിച്ച യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം 3 എന്ന് പറയുന്നത്. ആ സമയമായപ്പോഴത്തേനും ഫ്രാൻസിനെ നയിച്ചുകൊണ്ട് നമ്മുടെ ഡ്യൂപ്ലക്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഫ്രാൻസിനെ നയിച്ചുകൊണ്ട് കൗണ്ട് ഡി ലാലിയും ബ്രിട്ടനെ നയിച്ചുകൊണ്ട് സർ ഐർക്യൂട്ടുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി വാഷ് എന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിന് പൂർണ്ണ പരാജയമായിരുന്നു. പോണ്ടിച്ചേരി ബ്രിട്ടൻ പിടിച്ചെടുത്തു. കർണാട്ടിക് യുദ്ധം 3 അവസാനം കുറിച്ചുകൊണ്ട് 1763 പാരീസ് ഉടമ്പടി പുറപ്പെടുവിപ്പിച്ചു. അത് പ്രകാരം യുദ്ധം അവസാനിക്കുകയും പോണ്ടിച്ചേരി തിരിച്ച് ഫ്രാൻസിന് കൈമാറുകയും ചെയ്തു. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ഈ വാണ്ടിവാഷ് യുദ്ധം. ഇത് നടക്കുന്നത് 1760 ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം 1760. ഇത് ഇത്രയുമാണ് കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോഴുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇത് ഇന്ത്യയിൽ വെച്ച് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാസി ബക്സാർ കലാപങ്ങളാണ്. അതുപ്രകാരമാണ് ഏത് പ്രദേശം പിടിച്ചെടുത്തത്? ബംഗാൾ പിടിച്ചെടുക്കുന്നത്. പ്ലാസി ബക്സാർ. അതപ്പോൾ ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ആൻഡ് ഗൈസ്, ഡു ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ comments, and yes, thank you.